തിരുവനന്തപുരം ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2.5 വയസ്സുകാരിയുടെ അമ്മ ശ്രീതു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിൽ. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിലാണ് അറസ്റ്റ്. ശ്രീതുവിനെതിരെ 10ഓളം പരാതികൾ ഉയർന്നിട്ടുണ്ടെന്ന് SP സുദർശൻ പറഞ്ഞു. ഈ മരണപ്പെട്ട കുട്ടിയുടെ അമ്മ ശ്രീതു, അവരുടെ പേരിൽ ഷിജു എന്ന് പറഞ്ഞ ആളൊരു പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ 10 ലക്ഷം രൂപ അവർ ചീറ്റ് ചെയ്തെന്നുള്ളതും ആണ് പരാതി. അതിനെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇവർ പൈസ ചീറ്റ് ചെയ്തിട്ടതായും അതുപോലെ തന്നെ ചില രേഖകൾ കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ടുള്ളതായും തെളിവ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചീറ്റിംഗ് ആൻഡ് ഫോർജറിക്ക് ഇവരെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരൊന്ന് കോടതിയിൽ ഹാജരാക്കും. 10ഓളം ആളുകളിൽ നിന്ന് പൈസ വാങ്ങിച്ചതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ നിജസ്ഥിതി മനസ്സിലായെങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കുള്ളൂ. അല്ല, ഒരു FIR ആണ് ഇപ്പോൾ രജിസ്റ്റർ. ബാലരാമപുരത്ത് നിന്ന് ബിനിൽ ലീല സാബു ചേരുകയാണ്. ബിനിൽ, ഒരു സാധാരണ തട്ടിപ്പ് മാത്രമല്ല, ഈ സെക്ഷൻ ഓഫീസർ എന്ന് വ്യക്തമാക്കി സീലും അതുപോലെ ഒപ്പുമൊക്കെ ഇട്ടുകൊണ്ട് വലിയ തരത്തിൽ ഒരു കള്ളരേഖകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു തട്ടിപ്പ്. രുചിഷ്, തീർച്ചയായിട്ടും വ്യാജരേഖ ചമച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം ഈ കേസിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ ഞാനുള്ളത് ബാലരാമപുരം സ്റ്റേഷനിലാണ്. ഇവിടെ അകത്ത് ശ്രീതു ഉണ്ട്. ശ്രീതുവിൻ്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്നതിന് മുമ്പുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ശ്രീതുവിനെ പുറത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം അവരുടെ മെഡിക്കൽ എടുക്കും. അതിന് ആശുപത്രിയിൽ കൊണ്ടുപോകും. അതിനുശേഷമാകും മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുക. നിലവിൽ എന്തായാലും റിമാൻഡ് എന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുക. അങ്ങനെയെങ്കിൽ അട്ടക്കുളങ്ങര ജയിലിലേക്കായിരിക്കും കൊണ്ടുപോവുക. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിലെടുത്തിട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യം അതെന്ന് പറയുന്നത് വഞ്ചനാ കുറ്റമാണ്. ഈ ബാലരാമപുരം സ്വദേശിയായ ആളിൽ നിന്നും 10 ലക്ഷം രൂപ പല സമയങ്ങളിലായി കൈപ്പറ്റിയിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡിൽ ഡ്രൈവർ ജോലി വാഗ്ദാനം ചെയ്താണ് ആ പണം കൈപ്പറ്റിയത്. ആ ഡ്രൈവർ ജോലി നൽകിയതിൻ്റെ രേഖയായി വ്യാജരേഖ ചമച്ച്, അതായത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സെക്ഷൻ ഓഫീസറാണ് താനെന്ന് ചൂണ്ടിക്കാണിച്ച് ഒരു വ്യാജരേഖ ഉണ്ടാക്കി, അതായത് അപ്പോയിൻമെൻറ്റ് ഓർഡർ ഉണ്ടാക്കി. അതിനുശേഷം അതിൽ ഈ ഒപ്പും സീലും വ്യാജമായി ഉണ്ടാക്കി അതിനുശേഷം അത് നൽകി എന്നാണ് കേസ്. എന്തായാലും ഈ ഷിജു എന്നാണ് പരാതിക്കാരൻ. ആ പരാതിക്കാരൻ്റെ വ്യക്തമായ പരാതി പോലീസ് രേഖപ്പെടുത്തുകയും പിന്നീട് FIR ഇടുകയുമാണ് ഉണ്ടായത്. നിലവിൽ 3 കേസുകൾ, ഇതുൾപ്പെടെ 3 കേസുകൾ പോലീസിന് മുന്നിലുണ്ട്. അതല്ലാതെ ആകെ 10 കേസുകൾ, 10 ആളുകൾ പരാതിയുമായി വന്നിട്ടുണ്ട് എന്നാണ് പോലീസ് നമുക്ക് അറിയാൻ കഴിച്ചിട്ടുള്ളത്. നിലവിൽ എന്തായാലും ഈ കേസിൽ അന്വേഷണം പോലീസ് തുടരും. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഈ ശ്രീതുവിനെതിരെ പോലീസിന് തെളിവുകൾ ഇതുവരെയും ശേഖരിക്കാനായില്ല. ആ ചോദ്യം ചെയ്യൽ പോലും വ്യക്തമായ ഒരു മറുപടി ശ്രീധുവിന് ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ എന്തായാലും ആ കേസിൽ പ്രധാന പ്രതിയായ ഹരികുമാർ, അതായത് ഈ കുട്ടിയുടെ അമ്മാവൻ ശ്രീധുവിൻ്റെ സഹോദരൻ ഹരികുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. നാളെയാണ് കസ്റ്റഡിയിൽ വാങ്ങുക. കസ്റ്റഡി അപേക്ഷ നൽകും. 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് നൽകുക എന്നാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഈ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. നിലവിൽ എന്തായാലും പോലീസ് ഈ കൊലപാതകത്തിന് കാരണമായി പറയുന്നത് ഈ ശ്രീധുവിനോട് ചില കാര്യങ്ങൾ ഈ ഹരികുമാർ ആവശ്യപ്പെട്ടു, അത് നിരാകരിച്ചപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ കൊലപ്പെടുത്തി, അതിൻ്റെ വൈരാഗ്യത്തിൽ കൊലപ്പെടുത്തി എന്നാണ് നമുക്ക് ഇപ്പോൾ നിലവിലുള്ള ഈ റിമാൻഡ് റിപ്പോർട്ടിൽ നിന്നും അറിയാൻ കഴിയുന്നു. പോലീസ് പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ അതിലൊരു അവ്യക്തത അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൽ ഒരു വ്യക്തത വരണം. അതിനാണ് വീണ്ടും ഈ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തത്. മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ശ്രീധുവും ഹരികുമാറും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റാണ്. അത് റിക്കവർ ചെയ്തതിന് വേണ്ടി, അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടി പോലീസ് നീക്കം തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ വൈകാതെ തന്നെ പോലീസ് ലഭിക്കും. അതൊരു നിർണായക തെളിവായി പോലീസ് കണക്കാക്കുന്നുണ്ട്. അതിൽ നിന്നും വ്യക്തമായ സൂചന, കൊലപാതകത്തിന്റെ കാരണത്തെക്കുറിച്ച് വ്യക്തമായ സൂചന അതിൽ നിന്നും ലഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നാളെയാണ് കസ്റ്റഡി അപേക്ഷ നൽകുക. നിലവിൽ എന്തായാലും ഈ കേസിൽ ഈ വ്യാജരേഖ ചമയ്ക്കൽ, വഞ്ചന കുറ്റം, ഈ 2 കേസുകൾ ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തിപ്പോൾ റിമാൻഡിൽ പോയാൽ പോലും കസ്റ്റഡിയിൽ പോലീസ് വാങ്ങും. അങ്ങനെ 2 പേരെയും കസ്റ്റഡിയിൽ വാങ്ങിയാൽ 2 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ സാധിക്കും. അതായത് കൂടുതൽ സമയം പോലീസിന് ലഭിക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഈ ദേവേന്ദി കേസിലും ഇരുവരെയും ചോദ്യം ചെയ്യാൻ സാധിക്കും. അതാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. എന്തായാലും നിലവിൽ എന്തായാലും ശ്രീധു ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. SP ഉണ്ടായിരുന്നു, DYSP ഉണ്ടായിരുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. നിലവിൽ ഈ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്നതിന് മുമ്പുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ സ്റ്റേഷന് പുറത്തേക്ക് ശ്രീധുവിനെ കൊണ്ടുവരും. അതിനുശേഷം ഇവിടെ നിന്നാകും ഈ മജിസ്ട്രേറ്റ് മുന്നിലേക്ക് കൊണ്ടുപോവുക. ശരി,